പൂർണിമ ചേച്ചിക്ക് എന്താ പറ്റിയേ? ഇങ്ങോട്ട് വന്നപ്പോഴുള്ള സന്തോഷം ഇപ്പൊ മുഖത്തില്ലല്ലോ. അത് അശ്വി പറഞ്ഞത് ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങക്ക് വെറുതെ തോന്നുന്നതാ. വെറുതെ ഒന്നുമല്ല, എന്തോ കാര്യമുണ്ട്. ഇതാ എന്റെ കൺമുന്നിൽ ഞാനും പൂർണിമയും സഞ്ജയും ഒന്നിച്ചുണ്ടായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും നടന്നില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. പൂർണിമയ്ക്കൊരു പണി കൊടുക്കാം. സഞ്ജയ് വാ, നമുക്ക് അവിടെ പോയിരിക്കാം. എന്തിന്? ഞാനില്ല. എന്താ സിഇഒ പറഞ്ഞ അനുസരിക്കില്ലേ? താര, ഇത് കുറച്ച് ഓവറാണ്. കുറച്ച് ഓവറായാലേ ആൾക്കാര് ശ്രദ്ധിക്കുള്ളൂ. വാ, നമുക്കേ അപ്പുറത്ത് പോയിരിക്കാം. വാ. പിടിക്ക് സഞ്ജയ്. വാടോ. ദാ. വാ. താര, നമുക്കിവിടെ ഇരിക്കാം. ഇരിക്കാം. ഇതേതായാലും കൊള്ളാം. ഇപ്പൊ പൂർണിമയുടെ നെഞ്ചിൽ തീയായിരിക്കും. മോളെ, സത്യത്തിൽ ഞാനിന്ന് നല്ല തിരക്കിലായിരുന്നു സഞ്ജയ്. ഹായ് പൂർണിമ. ഇത് വലിയ സർപ്രൈസ് ആയി പോയല്ലോ. നിങ്ങൾ എപ്പോഴാ വന്നേ? സഞ്ജയ് ട്രീറ്റ് തരാമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നപ്പോ നിങ്ങളെ എല്ലാം കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതിന് ഞങ്ങൾക്കെന്താ? എന്തിനു നീ ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത്? അതെന്താ അങ്കിളെ അങ്ങനെ പറയുന്നത്? എന്തൊക്കെ വന്നാലും സഞ്ജയ് നിങ്ങളുടെ വീട്ടിലൊരാളായിരുന്നില്ലേ? ഓഹോ, വേണ്ട, വെറുതെ ഇഷ്യൂ ഉണ്ടാക്കാൻ വരണ്ട. നീ പറ പൂർണിമേ, സഞ്ജയ്ക്ക് അവാർഡ് കൊടുക്കുന്ന ചടങ്ങിന് നീ വരില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ സമയം കളയാറില്ല. നീ വെറുതെ ഇവിടെ നിന്ന് ഇഷ്യൂസ് ഉണ്ടാക്കാതെ ഇവിടുന്ന് പോവാൻ നോക്ക്. വേണ്ട പൂർണിമേ, നിന്റെ ഓർഡർ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇത് നിന്റെ വീടല്ല, പബ്ലിക് പ്ലേസാ. ഇവിടെ ആർക്ക് എവിടെ വേണമെങ്കിലും നിക്കാം. ഇത് പബ്ലിക് പ്ലേസ് ആയിരിക്കാം, പക്ഷെ നീ ഇപ്പൊ സംസാരിക്കുന്നത് എന്നോടാ. അത് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. വെറുതെ വഴക്കുണ്ടാക്കാൻ നോക്കാതെ പോവാൻ നോക്ക. ഒരാള് വന്ന് സംസാരിച്ചാ അവരോട് തിരിച്ച് മാന്യമായി പെരുമാറണം. അതാണ് അന്തസ്. അതുപോലും അറിയാത്ത
നീ ഇങ്ങനെ ഒരു ചാനൽ നടത്തുന്നേ? നിർത്ത് താര. മതി, വാ പോവാം. എന്റെ സഞ്ജയ്, നീ എങ്ങനെ ഇവളുടെ കൂടെ ജീവിച്ചത്? ഭാഗ്യം, നീ രക്ഷപ്പെട്ടല്ലോ. മതിയെന്ന് പറഞ്ഞില്ലേ താര. വാ പോവാം. ഉം. എങ്കിൽ ശരി, വീണ്ടും കാണും. ഞാൻ ഇന്ന് പിന്നെ എന്നെ തെറ്റിദ്ധരിച്ചോ? ഓ, ഇതൊക്കെ എന്ത്? സാർ ഇവന്മാർ ഇനി ഒരു കുട്ടികളെ ഉപദ്രവിക്കാത്ത രീതിയിൽ FIR എഴുതി അകത്താക്കണം. അതൊക്കെ സാറ് ചെയ്യുന്ന ഉറപ്പല്ലേ? അല്ലേ സാറേ? പിന്നെന്താ, ഉറപ്പായും ഞാൻ അത് ചെയ്തിരിക്കും. സാറേ, നമ്മളിവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നതല്ലേ? എന്ത് ഫുഡ്? ഡ്യൂട്ടി ഫസ്റ്റ്. ഇവന്മാരെല്ലാം ലോക്കപ്പിലാക്കിയിട്ടേ ഇന്നിനി ഫുഡുള്ളൂ. കയറ്റണോ എല്ലാവരെയും വണ്ടി? സാർ, ഫുഡ് കഴിക്കാനും പറ്റിയില്ല. സാറിന്റെ ആൾക്കാരെ കൃത്യസമയത്താ കുഞ്ഞിനെ രക്ഷിച്ചത്. അവര് പാഞ്ഞെത്തി ഈ ഗുണ്ടകളെല്ലാം അടിച്ചു ശരിയാക്കി. എനിവേ, താങ്ക് യു സർ. വെൽക്കം. ശ്ശേടാ, പിന്നെ ആരാ അവന്മാര്? ആ, അതൊക്കെ എന്റെ ട്രെയിനിങ്ങാ. ഓ ഞാൻ പറയുന്നു, അവർ ചെയ്യുന്നു. ഓ മൈ ഗോഡ്. ഇപ്പൊ എല്ലാം ഓക്കെ? എല്ലാം ഓക്കെ. അതെ അതെ. ഇപ്പൊ ഇവിടെ ക്രമസമാധാന പ്രശ്നമൊന്നുമില്ലല്ലോ. ഏയ് ഒന്നുമില്ല സർ. ഓക്കെ, അപ്പൊ ബൈ സാർ. എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. ശരി സാർ. ശരി സർ. വണ്ടി എടുക്കണോ?